ഇടയ്ക്കയിൽ ദേവസംഗീതം തീർക്കുന്ന സോപാന സംഗീത കലാകാരനാണ് ഏലൂർ ബിജു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വിപുലമായ സംഗീതയജ്ഞത്തിനൊരുങ്ങുകയാണ് എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലെ സുകൃതം ഭാഗവത യജ്ഞവേദി. ഇന്ന് വൈകിട്ട് നടക്കുന്ന യജ്ഞത്തിൽ 200-ലധികം കലാകാരന്മാർ പങ്കെടുക്കും. ചന്ദമോടെന്നുടയ ചാരവി വന്നിടണം ചഞ്ചലമാനസത്തിൽ ചിന്തകൾ വളർത്താതെ ചിത്തേ നീ വന്നണയൂ ചന്ദ്രസമാനമുഖി. പരമ്പരാഗത രീതികളെ മാറ്റി ജനകീയ സദസ്സുകളിൽ സോപാന സംഗീതത്തെ അവതരിപ്പിക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച സോപാന സംഗീതജ്ഞനാണ് ഏലൂർ ബിജു. മുൻകാലങ്ങളിൽ ക്ഷേത്രങ്ങളിൽ മാത്രം ഒതുങ്ങിയിരുന്ന സംഗീത ശാഖയായിരുന്നു സോപാന സംഗീതം. ഒരു സമയത്ത് നമ്മൾ ക്ഷേത്രത്തിനകത്ത് മാത്രമായിരുന്നു കണ്ടിരുന്നത് സോപാന സംഗീതം. എന്നാൽ എല്ലാ ക്ഷേത്രങ്ങളും ഉണ്ടായിരുന്നില്ല, വളരെ പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. അതിന് ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ജീവിക്കാൻ കഴിയില്ല. അപ്പോൾ ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പലരും ആ സമുദായക്കാരൊക്കെ, അത് കുറച്ച് സമുദായക്കാരാണ് ചെയ്തിരുന്നത്, അവർ പലരും പുറം സ്ഥലങ്ങളിലേക്ക് മാറി ജീവിക്കാൻ വേണ്ടിയുള്ള ബന്ധപ്പാടിലായി. അപ്പോൾ അത് കൊണ്ടു നടക്കാൻ ആളുണ്ടായിരുന്നു. ആ ക്ഷേത്രങ്ങൾക്ക് അത് ഉള്ള വരുമാനം ഇല്ലാത്തതുകൊണ്ട് അത് അവരും പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കപ്പെട്ടിരുന്നില്ല, വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉണ്ടായുള്ളൂ. പിന്നെ ശരിക്കും മീഡിയയുടെ സപ്പോർട്ടാണ്. യൂട്യൂബും ഫേസ്ബുക്കൊക്കെ വന്നപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഇങ്ങനെ സാധനം ഉണ്ടെന്ന് ശ്രദ്ധിച്ചു തുടങ്ങിയത് അപ്പോഴാണ്. ഇന്ന് കുട്ടികളടക്കം നിരവധി പേരാണ് ഈ ദൈവിക കല സ്വായത്തമാക്കാൻ മുന്നോട്ട് വരുന്നത്. LKG പഠിക്കുന്ന കുട്ടി തൊട്ട് 80 വയസ്സുള്ള അമ്മമാർ വരെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്, അവരെ സന്തോഷമാണ്. അമ്മമാരിലുണ്ടായ ഒരു സന്തോഷം, കാരണം അവരെല്ലാവരും ഈ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്, 21-ന് വേണ്ടി. ഇത് സത്യത്തിൽ ഇത് ലോകത്തേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ. ഈ സംഗീത ശാഖയെ പ്രചാരമാക്കുക ലക്ഷ്യമിട്ട് കൊച്ചിയിൽ സംഗീതയജ്ഞം സംഘടിപ്പിക്കുകയാണ് ഏലൂർ ബിജുവും ശിഷ്യന്മാരും. അണിഞ്ഞോരു തിരുനെറ്റി അതിൽ നിന്റെ പൂരികവും മുകുന്ദ ഞാൻ തൊഴുന്നേ കൃഷ്ണ. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടാണ് ഏലൂർ ബിജുവും 221 ശിഷ്യന്മാരും ചേർന്ന് സോപാന സംഗീത യജ്ഞം എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലെ സുകൃതം ഭാഗവത യജ്ഞവേദിയിൽ അവതരിപ്പിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു യജ്ഞം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോപാന സംഗീതം ലോകത്തിൽ എല്ലായിടത്തും എത്തിയിട്ടില്ല. കേരളത്തിൽ പോലും ഇന്നും എല്ലാ സ്ഥലങ്ങളിലും ആൾക്കാർക്ക് അറിയില്ല, സത്യമായിട്ടുള്ള കാര്യം. ഇപ്പോൾ പോലും നമ്മളിവിടെ യാത്ര ചെയ്യുമ്പോൾ പോലും സോപാന സംഗീതം എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ഇടയ്ക്ക് കാണിച്ചു കൊടുക്കണം, വന്ദേ മൂന്തേരെ പാടി കൊടുക്കണം. അപ്പോഴേക്കാണ് അവർക്ക് മനസ്സിലാണ്. നമുക്ക് ഏറ്റവും ഈ പഴയ ആചാര്യന്മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഇതാണ് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ പ്രചരിപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ ഒരു ഭാഗവും കൂടിയാണിത്, ലോകത്തിലേക്ക് എത്തിക്കുക. ലോകത്തിൻ്റെ നെറുകയിലേക്ക് നമുക്ക് ഈ സോപാന സംഗീതം എന്ന ക്ഷേത്രകല, കൊട്ടിപ്പാടി സേവ എന്ന എൻ്റെ പേര്, ഇടയ്ക്ക് കൊട്ടിപ്പാടുന്ന നമ്മുടെ സ്വന്തം കേരളത്തിൻ്റെ സ്വന്തം സംഗീതം ലോകത്തിലെത്തിക്കാൻ ഒരു പരിപാടിയും കൂടിയാണ് ആനന്ദ സംഗീതം. 200 ചില പേര് അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോപാന സംഗീത കലാകാരന്മാരെ സഹായിക്കാനായി ആരംഭിച്ച സ്നേഹസോപാനം സന്നദ്ധ പ്രസ്ഥാനത്തിന്റെ ആരംഭവും യജ്ഞവേദിയിൽ കുറിക്കും. ജനം, കൊച്ചി.